അച്ഛൻ്റെ കാര്യം, അമ്മേൻ്റെ കാര്യം, മക്കളത്, ഭാര്യേൻ്റെത്, എല്ലാ കാര്യം ഞാൻ പറയും. എന്നാൽ ദൈവമേ, ഈശ്വര ഭഗവാനെ, കൈരേഖ നന്നു, മകരേഖ നന്നു, ഒന്നാമത്തെ രേഖ ആയുസ്സിനെ എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റൂല, ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂല. രണ്ടാമത്തേക ഭാഗ്യരേഖയാണ്. ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ഉള്ളൂ, വലിയ ഭാഗ്യമൊന്നും നമുക്ക് വന്നു കയറിയിട്ടില്ല കേട്ടോ. ബുദ്ധിയാണ് കിടക്കുന്നത്. ഈ പ്രായം കൊണ്ട് ഒരു പാഠം പഠിച്ച മോനെ അന്യൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അന്നരേഖ കുതിച്ച കൊന്നത്തേക്ക് കുടിക്കണ കഞ്ഞി, ഉണ്ണണ ചോറ്, കുടിക്കണ വസ്ത്രത്തിന് ഇന്നോളം മുട്ടിയിട്ടില്ല എന്നാണ്. ശത്രുക്കളുണ്ട് മോനെ, നമുക്കുള്ളവർ തന്നെയാണ് ശത്രുക്കൾ. തമ്മിൽ പാര വെക്കുന്നവരുണ്ട് കേട്ടോ. കാക്കതൊന്ന് കോഴിക്ക് കണ്ടുകൂടാ, കോഴി തിന്ന് കാക്കുന്നുണ്ട്. ദൈവാനുകളുള്ള മോന, വെടുത്തിരിക്കണ അയ്യപ്പസ്വാമി, എടുത്തിരിക്കണ വേലായുധ സ്വാമി, വെടുത്തിരിക്കണ ഭഗവതി അമ്മ തുണയുണ്ട് കേട്ടോ. കയ്യൻ്റെ ഉള്ളനടി താന്നിട്ട, നെറ്റി അകർന്നിട്ട, നായി അരിക്ക് 10 ഉറുപ്പിക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് രാജ്യപ്പെട്ട് പോകുന്നില്ല. പെറ്റമ്മ മക്കളെ കരുതി മുതൽ കരുതിയിട്ടില്ല. ദൈവം എൻ്റെ മക്കളാണ് എനിക്ക് മുതലെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. കണ്ണുകൊണ്ട് കണ്ടടുക്കും കാര്യം വന്നാൽ വിട്ടും. അമ്മ തറവാട് ഗുണമില്ല, ദോഷവുമില്ല. സന്താന ഭാഗ്യമോനെ 1, 2 പിള്ളേരുടെ ഭാഗ്യമോന് കൊടുത്തിട്ടുണ്ട്. മൂത്തതൊരു പാവമാണ്, രേഖയിൽ കാണാറുള്ളത്. അവൾ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും കാര്യമായ കരഞ്ഞും പിഞ്ഞും കാര്യപ്പിക്കാൻ മിടുക്കത്തിയായിരിക്കും എന്നാണ്. ഭാര്യ വീട്ടിലും മകനാണ് നിങ്ങൾ, മരുമകനല്ല, മകൻ തന്നെയാണ് കേട്ടോ. ചെറുപ്പം കൊണ്ട് കണ്ട് കല്യാണം കഴിച്ചത് അത് മരണം വരെ ഒത്തുപോകും എന്നാണ്. താമസിക്കുന്ന വീട് ഒരു കൂട്ടത്തോട് കൂടിയുള്ള താമസമൊക്കെയാണ്. സ്വന്തം വീട് സ്വന്തം സ്ഥലത്തോട് കൂടി ഇഷ്ടമുള്ള കാര്യമെല്ലാം വീടൊക്കെ പണിയാനും സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള യോഗം കാണാനും ഇഷ്ടമാണ്. കാണാമ്പടെ പോകണം, മുട്ടുകെട്ട് തീർക്കണം, ഗുരുവായൂർ ചെല്ലണം, കുറിച്ച് തൊഴുത് വരണം. 1, 2 പുണ്യയാത്രകളൊക്കെ ചെയ്യാനുള്ള ലക്ഷണമുണ്ട്. മധുരമീനാക്ഷിനൊക്കെ കണ്ടു വരണം. 1, 2 പുണ്യമായ അമ്പലങ്ങളൊക്കെ പോകണം, തീർത്ഥാടനത്തിനൊക്കെ പോയി വരണം കേട്ടോ. അല്ലെങ്കിൽ അലച്ചൽ, ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നീങ്ങിയിട്ട് ഓർക്കാത്ത പൈസ പണം കയ്യിൽ വന്നു ചേരാൻ യോഗമുണ്ട്. ആരാൻ്റെ മകൾക്ക് ആഗ്രഹമില്ല, നമ്മുടെ മുതൽ മക്കളെല്ലാവരും അങ്ങ് കൊടുക്കാൻ നാളെ പോകാനുള്ള വണ്ടിമൊക്കെ കയ്യിൽ ഒത്താണങ്ങി വരും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിക്കും. കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാം. സ്വന്തമായ വണ്ടി, സ്വന്തമായ വാഹനങ്ങളൊക്കെ വേണം. ദൈവമെങ്കിൽ സ്വന്തമായ മെക്കാനിക്ക് സ്വന്തം തൊഴിൽ കൊണ്ടാണ് മോൻ ജീവിക്കുന്നത് കേട്ടോ. പൈസ കിട്ടുന്നതിന് മുന്നേ പല പരിപാടിയുണ്ട്. കയ്യിൽ പൈസ വന്നാൽ ഒരു പരിപാടി നടക്കണില്ല. പട്ടപ്പുറത്ത് അടിപിടി ഉണ്ടുതള്ള തമ്മിൽ അസൂയപ്പെടാനൊക്കെ ആൾക്കാരുണ്ട്. മോൻ്റെ കാര്യം കിട്ടുമോ പഠിക്കില്ല. നാളെ മുതലൊക്കെ വർദ്ധിക്കും. ബേജാറ് വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടും എന്നാണ് രക്ഷണം. വണ്ടിയാസിൻ്റെ തട്ടുമുട്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. കയ്യിൽ നിന്ന് വിട്ടാൽ തൊഴിലും പവർച്ചയാണ് മോൻ്റെ ചെയ്യുന്നത്. അതിനൊക്കെ ഞാൻ രക്ഷപ്പെടുമോ നന്നാവുമോ എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. മോനെ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ കൈക്കലാവും, നിങ്ങളുടെ ഭാര്യയും മക്കളും വീടും പരിസരമായിട്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ അരിച്ചിലുകളൊക്കെ തീരും. അവിടെ ആപത്തൊന്നും വരാതെ ഒറ്റമുട്ടകളൊക്കെ നീങ്ങി ഗുരുവായൂരപ്പൻ്റെ സഹായം, കടാമ്പുഴമ്മേൻ്റെ അനുകൂലം, ദേവിയമ്മയെ കൃത്യമായി വരും. ദോഷം വരില്ല, നന്നാവും. കുഴപ്പമില്ല. മോളെ നാഗോറൊന്ന് പറയുന്നത് ആള് കുഞ്ഞുകുട്ടി. കാര്യം കിട്ടുന്നവരെ അമ്മേൻ്റെ കുട്ടി, കാര്യം വന്ന അച്ഛൻ്റെ കുട്ടിയാണ്. അപ്പം നല്ല പ്രാക്കുണ്ട്. ദൃഷ്ടി നാഗോറൊക്കൊന്ന് പാടട്ടെ ഈ അമ്മ. ഒക്കെ കെട്ടിയത് രാമനാ, ശ്രീരാമൻ. നല്ല ഭാഗ്യ, ഐശ്വര്യമുള്ള മോളാണ്. അമ്മേനെ നോക്കാനും അച്ഛനെ നോക്കാനും പരിഹരിക്കാനും വിദ്യാഭ്യാസം പഠിച്ച് ജോലി വാങ്ങാനുള്ള ലക്ഷണം കണ്ടിട്ടാ. എല്ലാം പഠിച്ചോളുണ്ട്. ചോറൊക്കെ തിന്നണം, പാപ്പു തിന്നണം, എല്ലാ പലഹാരങ്ങളും തിന്നണം, വിചാരിച്ച കാര്യമൊക്കെ സാധിക്കണം കേട്ടോ. ഇണതുണികളൊക്കെ ഉണ്ടാവും. അമ്മേൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്. ഇണങ്ങിയാൽ നല്ല മോളാ. വെച്ചാൽ വൈക്ക് തന്നെ വയ്യെടുക്കില്ല. പാട്ട്, ഡാൻസ് അതിനൊക്കെ ഉഷാറാണ്. സൂപ്പറായി കേട്ടോ.